സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ PCB ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ PCB ഡിസൈനിങ് ചെയ്യുന്നത് ഓർക്കാഡ് ക്യാപ്ചർ ഡിസൈൻ സ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ്. ഓർക്കാഡ് ഡിസൈൻ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3-4 ടൂൾസ് ഉണ്ട്. അതിനകത്ത് ഒന്നാണ് ഓർക്കാഡ് ക്യാപ്ചർ. ഓർക്കാഡ് ക്യാപ്ചർ നമ്മൾ സർക്യൂട്ടിൻ്റെ സ്കീമാറ്റിക് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഓർക്കാഡിൻ്റെ PCB ഡിസൈനർ എന്ന് പറഞ്ഞ ഓർക്കാഡിനകത്ത് തന്നെയുള്ള ഡിസൈൻ സ്യൂട്ടിനകത്തുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലേക്ക് നമ്മൾ ലേഔട്ട് അപ്ലോഡ് ചെയ്തിട്ട് PCB ഡിസൈനറിനകത്താണ് PCB ഡിസൈൻ ചെയ്യുക. PCB ഡിസൈനിൽ തന്നെ നമുക്ക് PCB ഡിസൈൻ ചെയ്തതിനു ശേഷം അതിൻ്റെ പോസ്റ്റ് പ്രോസസ്സിങ് ഗർബർ ഫയൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഗർബർ ഫയൽസ് ഉപയോഗിച്ചിട്ടാണ് PCB മാനുഫാക്ചേഴ്സ് PCB നിർമ്മിക്കുക. അതേപോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിൽ ഗർബർ ഫയൽസ് നമ്മൾ ബട്ടർ പേപ്പറിലോ അങ്ങനെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പേപ്പറുകളിൽ പ്രിൻ്റ് ഔട്ട് ഇട്ട ശേഷം സ്ക്രീൻ പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് PCB നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മളിവിടെ നോക്കുന്ന ഓർക്കാഡ് ക്യാപ്ചറാണ്. ഓർക്കാഡ് ക്യാപ്ചറിനകത്ത് സ്കീമാറ്റിക് റെഡിയാക്കും. അതിൽ ഈ സ്കീമാറ്റിക്കിനകത്ത് ഓർക്കാഡ് ക്യാപ്ചറിൽ കുറച്ച് ഇൻബിൽറ്റ് ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ട്. അതായത് നമ്മുടെ കമ്പോണൻസിൻ്റെ ലൈബ്രറീസ് അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കുറേയധികം ലൈബ്രറീസ് ഉണ്ട്. അതിനകത്ത് ഇല്ലാത്ത കമ്പോണൻറ്റുകൾ നമ്മൾ ഒന്നുകിൽ നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മാനുഫാക്ചറർ സൈറ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ അതിൻ്റെ EDF ഫയലുകൾ ECAD ഫയലുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് സാമ്പിളായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാണ്. മറ്റൊന്നുമല്ല, ഒരു ബാറ്ററി ചാർജറാണ്. വിത്ത് ഓട്ടോ കട്ട് ഓഫ് ആണ്. ഇത് ലിഥിയം ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുക. 1S 2S ബാറ്ററികൾ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സർക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു കമ്പാരറ്റർ ഉപയോഗിക്കുന്നുണ്ട്. IC LM358 എന്ന് പറഞ്ഞ കമ്പാരറ്റർ ഉപയോഗിക്കുന്നത്. ഞാൻ സർക്യൂട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം PCB ഡിസൈനിങ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർക്കാഡ് ഡിസൈൻ സ്യൂട്ടിനകത്ത് ഓർക്കാഡ് ക്യാപ്ചറിൽ നമ്മൾ സ്കീമാറ്റിക് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കിയാൽ കാണാം, ഞാൻ ഓർക്കാഡിൻ്റെ ലൈബ്രറീസിൽ നിന്ന് ഓരോ കമ്പോണൻസ്, അതായത് പാർട്ടുകൾ ഇതിനകത്തേക്ക് ലോഡ് ചെയ്യാണ്. അത് പ്ലേസ് ചെയ്തിട്ട് നമ്മളത് ആ കമ്പോണൻ്റ് നമ്മൾ ഇൻ്റർലിങ്ക് ചെയ്തിട്ട് കണക്ട് ചെയ്യണം വയർ ഉപയോഗിച്ചിട്ട്. ഞാൻ ഷോർട്ട് കട്ട് കീസ് ഉപയോഗിക്കുന്നുണ്ട്. വയറിന് W എന്ന കീ ഉപയോഗിക്കും. ഓരോ കമ്പൗണ്ടുകളും പ്ലേസ് ചെയ്തിട്ട് കമ്പൗണ്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ R എന്ന് പറഞ്ഞാൽ കീബോർഡിൽ R എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കമ്പോണൻറ്റുകൾ. ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഓരോ ലൈബ്രറികളിലും ധാരാളം പാർട്ടുകളുണ്ടാവും. ആ ലൈബ്രറിയിൽ നിന്ന് ആ സ്പെസിഫിക്കായുള്ള പാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് സ്കീമാറ്റിക് പേജിലേക്ക് ഇടാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാനും മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട് അലൈൻ ചെയ്യാനും സാധിക്കും. അതിനകത്ത് മെനുവിനകത്ത് പ്ലേസിനകത്ത് വയർ എടുക്കാൻ പറ്റും. വയർ ഇൻ്റർ കണക്ട് ചെയ്യാനുള്ള വയർ നമ്മൾ ഇതിനകത്ത് ഈ വയർ എല്ലാം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു നെറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർലിങ്ക് ചെയ്യുന്ന വയറുകളെ പറയുന്നത് നെറ്റ് ലിസ്റ്റ് എന്നാണ്. അതിൽ ഓരോ കമ്പോണൻറ്റിനും അതിൻ്റേതായ ഫുട് പ്രിൻറ്റുകൾ ഉണ്ടാകും. ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ PCBയിൽ ഓരോ കമ്പോണൻ്റ് ICക്കും അതുപോലെ എല്ലാ കമ്പോണൻറ്റുകൾക്കും ട്രാൻസിസ്റ്ററുകൾക്കും പല ടൈപ്പ് പാക്കേജ് ട്രാൻസിസ്റ്ററുകൾ വരുന്നുണ്ട്. ഡയോഡുകൾ, റെസിസ്റ്ററുകൾ, വാട്ടേജ് അനുസരിച്ച് അതിൻ്റെ ഫുട് പ്രിൻ്റ് സൈസ് വ്യത്യാസം വരും. ഈ ഫുട് പ്രിൻ്റ് ആണ് ശരിക്കും PCBയിൽ നമ്മൾ PCB ഡിസൈനറിലേക്ക് പോകുമ്പോൾ ഈ ഫുട് പ്രിൻ്റ് തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്തുള്ള നെറ്റ് ലിസ്റ്റ് വെച്ച് ഇൻ്റർലിങ്ക് ചെയ്ത് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ സർക്യൂട്ട് ബോർഡ് ശരിയാവുക. അന്നേരം ഓരോ കമ്പോണൻറ്റിനും ഓരോ പാർട്ട് നെയിം അനുസരിച്ച് ഓരോ മാനുഫാക്ചറർ കമ്പോണൻറ്റുകൾക്കും ഫുട് പ്രിൻ്റ് സൈസൊക്കെ വ്യത്യാസം വരും. ഫുട് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊരു കമ്പോണൻറ്റ് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ എൻജിനീയറിങ് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടുക ഡാറ്റ ഷീറ്റുകളിൽ നിന്നാണ്. ആ മാനുഫാക്ചറർ സൈറ്റിൽ പോയാൽ ഇപ്പോൾ BC547 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാഷണൽ സെമികണ്ടക്ടറിൻ്റെ ആണെങ്കിൽ അവരുടെ സൈറ്റിൽ പോയാൽ BC547 ഡാറ്റ ഷീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ BC547 പാക്കേജ് സൈസുകൾ, മെക്കാനിക്കൽ ഉള്ള അതിൻ്റെ സൈസുകൾ,
അതിൻ്റെ അതിൻ്റെ ഡയ എത്രയാണ്, പിന്നുകൾ തമ്മിലുള്ള വിഡ്ത്ത് എത്രയാണ്, അതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് അതിനകത്ത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ ഓർക്കാഡിനകത്ത് തന്നെ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് ഇൻബിൽട്ടായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എല്ലാ മാനുഫാക്ചേഴ്സും അവർ ECAD ഫയലുകൾ അവർ കസ്റ്റമേഴ്സിന് ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിന് അവരുടെ സൈറ്റുകളിൽ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സൈറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ കുറച്ചൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ചില പാർട്ടുകളൊക്കെ. അത് ഒരു ലൈബ്രറി ആയിട്ട് അതിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഓർക്കാഡ് ക്യാപ്ചറിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഓരോ പാർട്ടുകളും ലൈബ്രറി എടുത്തിട്ട് ആ ലൈബ്രറിയിൽ നിന്ന് പാർട്ടുകൾ ഓരോന്ന് പ്ലേസ് ചെയ്ത് അത് ഇൻ്റർലിങ്ക് ചെയ്ത് കണക്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ പാർട്ടുകൾക്കും ഫുട് പ്രിൻ്റ് മസ്റ്റാണ്. ഫുട് പ്രിൻ്റ് ഇല്ലാതെ നമുക്ക് PCB ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ചില പാർട്ടുകളൊക്കെ ഇപ്പോൾ ഓർക്കാഡിനകത്ത് ഇൻബിൽറ്റായുള്ള ചില ലൈബ്രറിയിലെ പാർട്ടുകളിൽ അതിൻ്റെ സ്കീമാറ്റിക് സിമ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചില ഫുട് പ്രിൻ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഫുട് പ്രിൻ്റുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഫുട് പ്രിൻ്റുള്ള കമ്പോണൻ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓർക്കാഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ സ്യൂട്ടാണ്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, അതായത് CIE എന്ന് പറയും. അതായത് PSpice എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് ഒരു സർക്യൂട്ട് നമ്മൾ ഫിസിക്കലി നമ്മൾ ചെയ്യാതെ തന്നെ പ്രോജക്റ്റ് ചെയ്യാതെ തന്നെ നമുക്കിതിനകത്ത് വെർച്വലി നമുക്ക് അതിൻ്റെ ആ സർക്യൂട്ട് നമുക്കിതിനകത്ത് റൺ ചെയ്തിട്ട് സിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈമും കോസ്റ്റും ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ കമ്പോണൻസ് എല്ലാം നമ്മൾ അന്വേഷിച്ച് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അസംബിൾ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല, ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലപ്പം നമ്മളങ്ങനെ ചെയ്യുമ്പം ചിലപ്പോൾ ആ സർക്യൂട്ട് ഫെയിലിയർ ആവാനോ ഡാമേജ് ആവാനോ കമ്പോണൻസ് ഡാമേജ് ആവാനോ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് സിമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരില്ല. സർക്യൂട്ട് സിമുലേറ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമുക്ക് കമ്പോണൻസ് വാങ്ങിച്ച് നമുക്ക് ചെയ്താൽ മതി. PCB എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് ഈ CAD ക്യാം എന്ന് പറഞ്ഞാൽ, അതായത് കമ്പ്യൂട്ടർ CIE എന്ന് പറയും, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്നത്തെ കാലത്ത് CIE ഇല്ലാത്ത ഒരു മേഖലയില്ല. എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡിലും CIE ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്. അതിൻ്റെ ഒരു ഇതാണ് ഇതിനകത്ത് ഓർക്കാഡിനകത്ത് വരുന്ന PSpice എന്ന് പറയും. PSpiceനകത്താണ് നമ്മളിപ്പോൾ ക്യാപ്ചറിനകത്ത് ചെയ്യുന്ന സ്കീമാറ്റിക് നമുക്ക് PSpice പ്രൊഫൈൽ ക്രിയേറ്റ് സിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കാര്യം ഇത് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി എഫോർട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒത്തിരി ടൈം കൺസ്യൂം ചെയ്തിട്ട് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് ഇത് ആൾക്കാർക്ക് നമ്മുടെ അറിവ് നമ്മൾ ഷെയർ ചെയ്യണം ഫ്രീ ആയിട്ട്. യാതൊരു ബെനിഫിറ്റും നമുക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഈ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്നേരം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ചാനൽ ഗ്രോ ചെയ്യാനും നമുക്ക് ഉള്ള അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. മലയാളത്തിൽ തന്നെ വീഡിയോ ചെയ്യാൻ കാര്യം വെച്ചാൽ നമ്മൾ കൂടുതൽ പേർക്കും, അതായത് കൂടുതലും പല ആൾക്കാരും ഹോബി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. മലയാളം ഇംഗ്ലീഷ് അധികം അറിയാത്ത പല ആളുകളും ഹോബിയായിട്ട് സർക്യൂട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇംഗ്ലീഷ് വീഡിയോസൊക്കെ ധാരാളം ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് വീഡിയോസൊക്കെ സാധാരണ ഇംഗ്ലീഷൊന്നും അധികം പരിജ്ഞാനം ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ചെയ്യുന്നത്. ഇത് ഓർക്കാഡിൻ്റെ 17.4 എന്ന് പറഞ്ഞ ഒരു വെർഷനാണ് ഈ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോ കമ്പോണൻറ്റുകളും നമ്മൾ ചില കമ്പോണൻ്റൊന്നും ഇൻബിൽറ്റ് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളത് ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഞാനത് ഇമ്പോർട്ട് ചെയ്യാണ്. ഓർക്കാഡിനകത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട്
ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യും. ലൈബ്രറി ആഡ് ചെയ്തതിന് ശേഷം ലൈബ്രറിയിൽ ആ കറസ്പോണ്ടിങ് ആയുള്ള പാർട്ട് നമ്മൾ മുകളിൽ പാർട്ടിൽ നിന്ന് നമ്മളത് എടുത്തിട്ട് പ്ലേസ് ചെയ്യും. BD140 ട്രാൻസിസ്റ്റർ ആണത്. അതിൻ്റെ ഫുട് പ്രിൻറ്റ് റൈറ്റ് സൈഡ് ഫുട് പ്രിൻറ്റ് വ്യൂവറിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും റൈറ്റ് സൈഡ് ഫുട് പ്രിൻറ്റ് വ്യൂവർ ഓട്ടോമാറ്റിക്കലി അത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഫുട് പ്രിൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ ആ കറസ്പോണ്ടിങ് കമ്പോണൻസ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതെടുത്താൽ മതി. ഒരു കമ്പോണൻറ്റിൻ്റെ ലെഗ് മറ്റേ കമ്പോണൻറ്റിൻ്റെ ലെഗിലേക്ക് മുട്ടിക്കുക തന്നെ തമ്മിൽ കണക്റ്റഡ് ആയി, എന്നിട്ട് അതൊന്ന് ഡ്രാഗ് ചെയ്താൽ നമ്മളവിടെ വയർ പ്ലേസ് ചെയ്യേണ്ട ഓട്ടോമാറ്റിക്കലി വയർ അവിടെ വരും. അല്ലെങ്കിൽ നമുക്ക് വയർ മാനുവലി പ്ലേസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് W എന്ന് കീ പ്രസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൗസിലേക്ക് വയർ വരും. P ആണെങ്കിൽ പ്ലേസ് കമ്പോണൻ്റ് ആണ്. R ആണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള, കമ്പോണ്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ്. നമ്മൾ സ്കീമാറ്റിക് റെഡി ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യം ശ്രദ്ധിക്കണം. ഈ സ്കീമാറ്റിക് ഞാൻ ചെയ്ത് ഫിനിഷ് ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കാൻ വിട്ടുപോയിരുന്നു. പിന്നെ അതുപോലെ LED വാല്യൂ മാറ്റി കൊടുക്കാൻ, ഒന്ന് റെഡ് LED ഒന്ന് ഗ്രീൻ LED ആണ്. അതിൻ്റെ വാല്യൂ കൊടുക്കാനായിട്ട് ഞാൻ മറന്നുപോയിരുന്നു. പിന്നീട് ലാസ്റ്റ് ഞാനത് കണ്ടുപിടിച്ചതിന് ശേഷം ഞാനത് ഇതിനകത്ത് ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിരിക്കില്ല, അതിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. നമുക്ക് പിന്നീട് അത് കണ്ടെത്തിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ PCB ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ CADൻ്റെ ഒരു പ്രത്യേകത ഏതാണ്, നമുക്ക് നമ്മളല്ലാതെ കമ്പോണൻസ് പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചാൽ ബ്രെഡ് ബോർഡ് അല്ലെങ്കിൽ ബ്രെഡ് ബോർഡിന് മുമ്പ് ഉണ്ടായിരുന്ന ജനറലായുള്ള PCB ബോർഡുകളായിരുന്നു. ഞാനൊക്കെ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന സമയത്ത് ജനറൽ PCB പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജനറൽ PCB നിറയെ ഹോളുള്ള PCBകൾ വരുന്നുണ്ട്. ഞാനൊക്കെ പഠിച്ച സമയത്ത് ജനറൽ PCB പോലും ഇറങ്ങിയിട്ടുണ്ടായില്ല. ഞങ്ങൾ PCB ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം വരച്ച് പെയിൻറ്റ് ചെയ്തിട്ട് PCB ക്ലാഡിനകത്ത് കോപ്പർ ക്ലാഡിൽ പെയിൻറ്റ് വരച്ചിട്ട് ആദ്യം പേപ്പറിൽ വരച്ച് ആ പേപ്പർ എടുത്ത് ഒട്ടിച്ച് അതിന് ബിറ്റ് തുളയേണ്ട ഭാഗത്തൊക്കെ ഡ്രില്ല് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ചെറിയ പഞ്ച് വെച്ച് പഞ്ച് ചെയ്തിട്ട് അത് ഡ്രില്ല് ചെയ്തതിന് ശേഷം ആ പേപ്പർ ഇളക്കി കളഞ്ഞിട്ട് അത് പെയിൻറ്റ് ചെയ്ത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് അത് നേരെ എച്ചിങ് സൊല്യൂഷനിലിട്ട് എച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ടാണ് ഞങ്ങൾ PCBയിലൊക്കെ ഞങ്ങൾ കമ്പൗണ്ട് ഇട്ട് ചെയ്തിരുന്നത്. അത് വളരെ ഒത്തിരി എഫോർട്ട് എടുത്ത് ടൈം എടുത്തും ഒത്തിരി കെയറായിട്ട് ചെയ്യേണ്ടിയിരുന്നതാണ്. നമ്മൾ CADൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇതുപോലെ ക്യാപ്ചർ ചെയ്ത് നമ്മൾ ലേഔട്ട് ജനറേറ്റ് ചെയ്ത് നേരെ അത് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ PCB ഡിസൈനറിലേക്ക് വന്നിട്ട് ഓപ്പണായി. ഇപ്പോൾ നോക്കിയാൽ കാണാം കമ്പോണൻസുകൾ. ഇപ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞൊരു മെനു ഉണ്ട്, അതിൽ പോയിട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് മാനുവലി പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പോണൻസ് എല്ലാം അത് ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നോക്കിയാൽ ഫുട് പ്രിൻറ്റുകളാണ് കാണുന്നത്, കമ്പോണൻസിൻ്റെ ഫുട് പ്രിൻ്റാണ് നമുക്കിവിടെ കിട്ടുക. നെറ്റ് ലിസ്റ്റ് ഉണ്ട്, തമ്മിൽ എപ്പോഴും ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടാവും, വയർ കണക്ഷൻ ഉണ്ട്. PCB ഡിസൈനർ പിന്നീട് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്കീമാറ്റിക്കിലാണ്. ജസ്റ്റ് PCB ഡിസൈനിലേക്ക് ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. PCB ഡിസൈനർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. PCB ഡിസൈനിലാണ് ശരിക്കും നമ്മുടെ PCB കമ്പോണൻസ് എല്ലാം കറക്റ്റായിട്ട് ഉള്ള പൊസിഷനിൽ പ്ലേസ് ചെയ്തിട്ട് അത് സിംഗിൾ ലെയർ ആണോ ഡബിൾ ലെയർ ആണോ എന്നുള്ള രീതിയിലുള്ള കണക്ഷൻസൊക്കെ കൊടുത്ത് നമ്മൾ PCB ജനറേറ്റ് ചെയ്യുന്നത്. PCB അതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നാൽ പിന്നെ അതിനുശേഷം നമുക്ക് പോസ്റ്റ് പ്രോസസ്സായിട്ട് ഗർബർ ഫയലുകൾ, അതായത് അതിൻ്റെ ഓരോ PCBക്ക് ഒത്തിരി ലെയറുകളുണ്ട്. ഏറ്റവും ടോപ്പിൽ സിൽക്ക് സ്ക്രീൻ വരിക, അതിന് താഴോട്ട് ഗ്രീൻ മാസ്കിങ് ലെയർ വരും. അതിനുശേഷം എന്താ പറയുക ടിന്നിങ് വരും. അതിനുശേഷം ഡ്രില്ലിങ് വരും. അങ്ങനെ പിന്നെ അതേപോലെ ഒത്തിരി ലെയറുകൾ വരും. അതിനുശേഷം ഞാൻ ആ എറർ കണ്ടതിന് ശേഷം, അതായത് ഞാൻ ആ ഗ്രൗണ്ട് കൊടുക്കാൻ വിട്ടുപോയിരുന്നു, പിന്നെ LED വാല്യൂ മാറ്റി കൊടുക്കാനായിട്ടും വിട്ടുപോയിരുന്നു. അത് ഞാൻ കറക്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നത്. ഓരോ കമ്പോണൻറ്റുകൾക്കും അതിന് റെഫറൻസ് നമ്പർ കൂടാതെ അതിൻ്റെ വാല്യൂ കൊടുക്കുന്ന ഒരു ഫീൽഡുണ്ട്. ഓരോ കമ്പോണൻസിന് 2 ഡാറ്റ ഫീൽഡ് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് വാല്യൂ മാത്രമേ ഞാൻ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. കാര്യം ഓരോ കമ്പോണൻറ്റ് നമ്മളതിനകത്ത് പ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് റെഫറൻസ് നമ്പർ വരുന്നുണ്ട്.
ഇനിയിപ്പോൾ റെഫറൻസ് നമുക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. റെഫറൻസിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ക്യാപ്ചറിനകത്ത്. എന്നിട്ട് ഓട്ടോമാറ്റിക് റെഫറൻസിങ് ഓപ്ഷനും ഉണ്ട്. സേവ് ചെയ്യുക. എപ്പോഴും നമ്മൾ സേവ് ചെയ്യണം പ്രോജക്റ്റുകൾ. സേവ് ചെയ്തതിനു ശേഷം മാത്രമേ ഡിസൈൻ റൂൾ ചെക്ക്, ഡിസൈൻ റൂൾ സിങ്കിങ് ഒക്കെ ഓപ്ഷൻ ഉണ്ട് PCB എന്ന് പറഞ്ഞ മെനുവിനകത്ത്. ഇത് ഡിസൈൻ റൂൾ സിങ്കിങ് ആണ്. ഡിസൈൻ റൂൾ സിങ്കിങ് വരുമ്പോൾ അത് നേരെ PCB ഡിസൈനറായിട്ട് സിങ്ക് ആവും. PCB ഡിസൈനറും ക്യാപ്ചറും 2 സോഫ്റ്റ്വെയറുകളാണ്. പക്ഷെ നമ്മൾ ക്യാപ്ചറിൽ നമ്മൾ സ്കീമാറ്റിക് ചെയ്താണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡിസൈൻ റൂൾ ചെക്കിങ് DRC എന്ന് പറയുന്നത്. സെഷൻ ഡയലോഗിനകത്ത് എറർ ഉണ്ടെങ്കിൽ സെഷനിൽ കാണിക്കും, സെഷൻ ലോഗിൽ കാണിക്കും. എറർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ന്യൂ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ PCB ഡിസൈൻ ലേഔട്ട് PCB നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും അതിൽ. ഞാനിപ്പോൾ ഇപ്പോൾ ചെയ്ത സ്കീമാറ്റിക് PDF പ്രിൻ്റ് ചെയ്തതാണ്. PDF പ്രിൻ്റ് ചെയ്ത സ്കീമാറ്റിക് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.